ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാരടുത്തായി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു വലിയ വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെ 4ഓളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള വലിയൊരു വില്ല തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 5,100 സെൻറ്റിൽ 2,500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. കൂടാതെ കൊച്ചിൻ മെഡിക്കൽ കോളേജും പുതുതായി പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ സെന്ററിലേക്കും വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററും. 2 വലിയ സ്ലൈഡിംഗ് ഗേറ്റുകൾ കൊടുത്ത് മുൻവശത്ത് മതിലുകളില്ലാതെയാണ് ഈ വീടിന്റെ മെയിൻ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു പാർക്കിംഗ് സിസ്റ്റം തന്നെയാണ് ബിൽഡർ ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടിൻ്റെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഈ ഏരിയ മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് മനോഹരമാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടികയുടെ ഡിസൈൻ വരുന്ന നല്ലൊരു ടെക്സ്ചർ വർക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലെ ഭിത്തിയിലായി നമുക്കിവിടെ കാണാം. 3-4 ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്ത നല്ലൊരു സിറ്റ് ഔട്ടും ഈ വീടിന് നൽകിയിട്ടുണ്ട്. പുതിയ മോഡലിലുള്ള നല്ലൊരു ഡിസൈൻ തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും പാനൽ വർക്കുകൾ കൊണ്ടെല്ലാം സീലിംഗും മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കയറി ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ ഡൈനിങ് ഏരിയക്കായി കൊടുത്തിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വെന്റിലേഷനും ഇവിടെ നമുക്ക് കാണാം. ഈ ഏരിയ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയ ആയിട്ടാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഇവിടെ നമുക്കൊരു വലിയൊരു ക്രോക്കറി യൂണിറ്റ് തന്നെയാണ് കാണാനാവുന്നത്. കൂടാതെ മനോഹരമായൊരു വാഷ് കൗണ്ടറും ഇവിടെ നൽകിയിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോണുകൾ കൊണ്ടെല്ലാം വളരെ ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചൺ ഡിസൈൻ തന്നെയാണ് ഈ വീടിന്റെ കിച്ചന് നൽകിയിരിക്കുന്നത്. നല്ല 2 ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഈ വീടിന്റെ കിച്ചണിലെ എൻട്രൻസിലായി നമുക്ക് കാണാം. ബീജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കാണാം. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ കിച്ചണിലും ബിൽഡർ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഈ വീട്ടിൽ വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. GI ട്യൂബും ഷീറ്റുകളും കൊണ്ട് ഇരുവശവും കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്ലാബും അത്യാവശ്യം പ്ലഗ് പോയിന്റുകളും കൂടാതെ ഒരു സിങ്കും കൂടെ ഈ വർക്ക് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീടിന്റെ 1ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു ഫർണിഷ്ഡ് ബെഡ്റൂമൊക്കെയാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് കട്ടിൽ ബിൽഡർ ഇവിടെ ഇൻബിൽഡായി കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വർ സിറ ബ്രാൻഡിന്റെ പ്രീമിയം മോഡൽസ് തന്നെയാണ് ഈ വീടിന്റെ ബാത്റൂമിലായി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ബെഡ്റൂമും തീർച്ചയായും ഫർണിഷ്ഡ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
സ്റ്റോറേജ് സ്പേസോട് കൂടിയ ഒരു കോട്ട് തന്നെയാണ് ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ക്ലോസ് വരുന്ന വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ നമുക്ക് കാണാനാവുന്നത്. വളരെ ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലെ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ വീട്ടിലെ ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഷാൻലിയറിന്റെ ഭംഗി തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ ഭാഗത്തായി മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ TV യൂണിറ്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയായി തന്നെ ഈ ഭാഗത്ത് സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ സ്റ്റഡി റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്നതൊഴിച്ചാൽ ഇതൊരു സ്റ്റഡി റൂമായോ ഓഫീസ് റൂമായോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമായോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 11 അടിയോളം നീളം വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ മിററൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഓട്ടോ ക്ലോസ് വരുന്ന വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. മുഴുവനായി തന്നെ ടഫൻ ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് സേഫ്റ്റിയാക്കി തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 5,100 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമായി ചെയ്തിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.